നമസ്കാരം, ഞാൻ ഡോക്ടർ ജിഷ ജോസ്, മേരി ക്വീൻസ് മിഷൻ ഹോസ്പിറ്റൽ കാഞ്ഞിരപ്പള്ളിയിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജനായി വർക്ക് ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത എന്ന വിഷയത്തെപ്പറ്റി വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. എപ്പോഴാണ് ഒരു കപ്പിളിന് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത ഉള്ളതായി നമ്മൾ സംശയിക്കേണ്ടത്? ഒരു ഗർഭനിരോധന മാർഗ്ഗങ്ങളൊന്നും ഉപയോഗിക്കാതെ തുടർച്ചയായി 1 വർഷത്തോളം പ്രഗ്നൻസിക്ക് വേണ്ടി ഈ ദമ്പതികൾ ട്രൈ ചെയ്യുകയും അതിനുശേഷം 1 വർഷത്തിന് ശേഷവും പ്രഗ്നൻസി ആവാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ നമ്മൾ ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത അവർക്കുള്ളതായി സംശയിക്കേണ്ട കാര്യമുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാലയളവ് നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്? കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർ പെർഫെക്റ്റ്ലി നോർമൽ ആണെങ്കിൽ പോലും ഒരൊറ്റ മെൻസ്ട്രുവൽ സൈക്കിൾ, അതായത് 1 മാസം കൊണ്ട് പ്രഗ്നൻസി ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് 10 മുതൽ 12% വരെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരു ഫലപ്രദമായ പ്രഗ്നൻസിക്ക് വേണ്ടി 1 വർഷം വരെ ദമ്പതികൾക്ക് ശ്രമിക്കാമെന്ന് നമ്മൾ പറയുന്നത്. പിന്നെ വളരെ ചുരുക്കം ചില ആളുകളിൽ, അതായത് പ്രായം കൂടിയ സ്ത്രീകൾ, അതുപോലെ തന്നെ ഓവറിക്കോ അണ്ഡാശയത്തിനോ ഗർഭപാത്രത്തിനോ എന്തെങ്കിലും സർജറി ചെയ്തിട്ടുള്ള ആളുകൾ, സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകൾ, തൈറോയിഡ്, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് തുടങ്ങിയ അറിയാവുന്ന അസുഖങ്ങൾ എന്തെങ്കിലും ഉള്ള സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ഈ 1 വർഷത്തിന് മുന്നേ ആണെങ്കിലും നമുക്ക് ചെറിയൊരു ഇവാലുവേഷനോ കാര്യങ്ങളോ ചെയ്യാവുന്നതാണ്. പൊതുവേ ഈ വന്ധ്യത എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ അത് കൂടുതൽ ഒരു സ്ത്രീകളുടെ മാത്രം പ്രശ്നമായിട്ട് കണക്കാക്കാറുണ്ടെങ്കിലും 30% കേസുകളിൽ പുരുഷന്മാരുടെ മാത്രം പ്രശ്നങ്ങൾ കൊണ്ടും ഇനി വേറൊരു 30% കേസുകളിൽ പുരുഷൻ്റെയും സ്ത്രീയുടെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഒന്നിച്ചുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടും ഇത് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇവാലുവേഷൻ, വന്ധ്യത നിവാരണ ചികിത്സയ്ക്കും ട്രീറ്റ്മെൻറ്റിനും എല്ലാം വരുന്ന സമയത്ത്, ഇവാലുവേഷനും എല്ലാം വരുന്ന സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും അതിനുള്ള പരിഹാരങ്ങൾ തേടുകയും ചെയ്യുകയാണ് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത്. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് വരുന്ന ആളുകളിൽ നമ്മൾ പ്രധാനമായും 3 തരത്തിലുള്ള ടെസ്റ്റുകളാണ് നോക്കുന്നത്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ബീജപരിശോധനയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ടെസ്റ്റ്. അതിനകത്ത് ബീജത്തിൻ്റെ കൗണ്ട്, മോട്ടിലിറ്റി, മോർഫോളജി തുടങ്ങിയ മറ്റ് പല കാര്യങ്ങളും അതിനകത്ത് ചെക്ക് ചെയ്യുന്നു. ഈ പറയുന്നതെല്ലാം നോർമൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അധികം ടെസ്റ്റുകൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വരുന്നില്ല. ഇനി ഇതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തുടർ ചികിത്സയും പിന്നീടുള്ള ടെസ്റ്റുകളും ചെയ്യേണ്ടതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർക്ക് ഓവുലേഷൻ നടക്കുന്നുണ്ടോ, അണ്ടോൽപാദനം നടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളും, അതുപോലെ തന്നെ ഫലോപ്പിയൻ ട്യൂബ് അഥവാ അണ്ടവാഹിനി കുഴലിന് ബ്ലോക്കുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നറിയുന്നതിനുള്ള ചില ടെസ്റ്റുകളുമാണ്. ഈ 3 ടെസ്റ്റുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റുകളായിട്ട് നമ്മൾ നടത്തുന്നത്. അതുപോലെ തന്നെ ഗർഭപാത്രത്തിനോ ഓവറിക്കോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റുകളും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നടത്തുന്നതാണ്.